Hello students, welcome to the third session of our fifth module. Students, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഓയിലേഴ്സ് ഫോർമുല പഠിച്ചില്ല. ഓയിലേഴ്സ് ഫോർമുല ഫോർ കോളംസ്, ഓയിലേഴ്സ് ഫോർമുല. അതിൽ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വാലൻ ലെങ്ത് എൽ ഇ എന്നൊരു കൺസെപ്റ്റും പഠിച്ചു. അപ്പോൾ ഓയിലേഴ്സ് ഫോർമുലയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ വെൻ എൽ ഇ ഈസ് വെരി സ്മോൾ ദി ക്രിപ്ലിംഗ് ലോഡ് പി സി വെരി ഹൈ ആയി പോകുന്നുണ്ട്. പി സി ക്രിപ്ലിംഗ് ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രഷിംഗ് ലോഡ് എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. ക്രിപ്ലിംഗ് ലോഡ് ഗ്രേറ്റർ ദാൻ ക്രഷിംഗ് ലോഡ്. ക്രിപ്ലിംഗ് ലോഡ് എന്ന് വെച്ചാൽ എന്താ, അത് ബക്കിളായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, ലോഡല്ല, ക്രിപ്ലിംഗ് സ്ട്രെസ്സ് നമ്മളെ ക്രഷിംഗ് സ്ട്രെസ്സിനെ കാട്ടി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ലിമിറ്റേഷനാണ്. എൽ ഇ കുറയും തോറും ക്രിപ്ലിംഗ് സ്ട്രെസ്സ് ക്രഷിംഗ് സ്ട്രെസ്സിനെ കാട്ടി ഓവറായിട്ട് പോകും. അപ്പോൾ അത് ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു അതുകൊണ്ട് നമ്മൾ വേറൊരു ഫോർമുലയിലേക്ക് റാങ്കൈൻസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഓയിലേഴ്സ് ഫോർമുല കറക്റ്റ് റിസൾട്ട് വരുന്നത് എൽ ഇ ഗ്രേറ്റർ, അതായത് എൽ ഇ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ലോങ് കോളംസിലാണ്. ഇത് ബെറ്റർ ഫോർ ലോങ് കോളംസിൻ്റെ കേസിലാണ് ഓയിലേഴ്സ് ഫോർമുല ബെറ്ററായിട്ട് നമുക്ക് ബെറ്റർ റിസൾട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോളം ഷോർട്ട് ആകുമ്പോൾ ബെസ്റ്റ് റിസൾട്ട് തരുന്നത് റങ്കൈൻ ഫോർമുല. ഓക്കെ, അപ്പോൾ റങ്കൈൻ ഒരു എംപിരിക്കൽ റിലേഷൻ, അതായത് ഒരു കോളത്തിൽ രണ്ടും ഉണ്ടാവും, ക്രഷിംഗ് ഉണ്ട്, ക്രിപ്ലിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 1/P = 1/PC + 1/PE എന്നുള്ളൊരു എംപിരിക്കൽ റിലേഷനാണ്. അത് എംപിരിക്കൽ എന്ന് വെച്ചാൽ ഇത് ഡിറൈവ് ചെയ്ത റിലേഷനല്ല, ഒരു എംപിരിക്കൽ റിലേഷനാണ്. ജസ്റ്റ് ഇങ്ങനെ ട്രയൽ ആൻഡ് എററിൽ കണ്ടുപിടിച്ചൊരു റിലേഷനാണ്, റങ്കൈൻ കണ്ടുപിടിച്ച റിലേഷനാണ്. ഇതിൽ പി സി എന്താണെന്ന് പറയാം, ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്. ഈ ക്രിപ്ലിംഗ് ലോഡ് എന്ന് വെച്ചാൽ സിഗ്മ സി ക്രിപ്ലിംഗ് സ്ട്രെസ് ആണെങ്കിൽ ഇൻറ്റു ഏരിയ ആണ് പി സി = സിഗ്മ സി ഇൻറ്റു ഏരിയ. ഇനി പി ഇ എന്താണ്, സോറി ക്രിപ്ലിംഗ് ലോഡല്ല, പി സി ക്രഷിംഗ് ലോഡാണ്. നമ്മൾ ക്രഷിംഗ് ലോഡ് നിർത്തും കേട്ടോ. ടേക്ക് ഇറ്റ് ആസ് ക്രഷിംഗ് ലോഡ് പി സി ആയിട്ട് എടുക്കാം. നമ്മളിവിടെ എന്താണ് പി സി. ഓക്കെ, ഇത് പി ഇ എടുത്തു. ഇത് ഇവിടെ ക്രിപ്ലിംഗ് ലോഡ് പി സി എന്നാണ് നമ്മൾ കഴിഞ്ഞ എങ്ങനെ എടുത്തത് ഞങ്ങൾക്ക്. ഓക്കെ, ഇത് പി ഇ എടുത്തു. പി എന്ന് വെച്ചാൽ ഓയിലേഴ്സ്, ഇ സ്റ്റാൻഡ്സ് ഫോർ ഓയിലേഴ്സ് ആണ്. ഓക്കെ, ഇത് ക്രഷിംഗ് ലോഡ്. അല്ലെങ്കിൽ ജസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്രിപ്ലിംഗ് CRIP എന്ന് എഴുതും, PCRIP. ഇവിടെ ഇത് പി സി ക്രഷിംഗ് ലോഡ്. അപ്പോൾ ഇത് ക്രഷിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് ക്രഷിംഗ് സ്ട്രെസ് സിഗ്മ സി ആണെങ്കിൽ അൾട്ടിമേറ്റ് ക്രഷിംഗ് സ്ട്രെസ് സിഗ്മ സി ആണെങ്കിൽ പി സി എന്തായിരിക്കും, പി സി = സിഗ്മ സി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, സിമിലർലി നമ്മൾ ക്രിപ്ലിംഗ് ലോഡ് നമ്മൾ ഓയിലേഴ്സ് പി ഇ നടത്തും, ഓയിലേഴ്സ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് യൂസിങ് ഓയിലേഴ്സ് ഫോർമുല. അപ്പോൾ പി യുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? π² EI/LE² ആണ്. എൽ ഇ എന്താണ്, എഫക്റ്റീവ് ലെങ്ത്. ഇനി പി എന്താണ്, പി = ക്രിപ്ലിംഗ് ലോഡ് തന്നെയാണ് ഈ പി, പക്ഷേ ക്രിപ്ലിംഗ് ലോഡ് ബൈ ഏത്, റങ്കൈൻസ് ഫോർമുലയാണ്. പി ഇ എന്ന് വെച്ചാൽ ഓയിലേഴ്സ് ഫോർമുല പ്രകാരമുള്ള ക്രിപ്ലിംഗ് ലോഡ്, പി എന്ന് വെച്ചാൽ ക്രിപ്ലിംഗ് ലോഡ് ബൈ റങ്കൈൻസ് ഫോർമുലയാണ്. പി സി എന്ന് വെച്ചാൽ ക്രഷിംഗ് ലോഡാണ്. ക്രഷിംഗ് എന്ന് വെച്ചാൽ എന്താണ് അറിയാലോ, ക്രഷ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലോഡ്, ഒരു ആക്സിൽ ലോഡ് വരുമ്പോൾ അത് പൊടിച്ച് കളയുന്നു. ഓക്കെ, അപ്പോൾ 1/P = 1/PC + 1/PE ഇതാണ് പിന്നെ റങ്കൈൻ സജസ്റ്റ് ചെയ്ത ഒരു എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ശ്രദ്ധിക്കുക സ്റ്റുഡൻസ്, നിങ്ങളൊരു ഗിവൺ കോളം മെറ്റീരിയലിന് സിഗ്മ സി എന്തായിരിക്കും, സിഗ്മ സി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഫോർ എ
ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ സെയിം ആണെങ്കിൽ സിഗ്മ സി കോൺസ്റ്റൻ്റ് ആയിരിക്കും. മെറ്റീരിയൽ മാറുമ്പോഴേ സിഗ്മ സി, അതായത് ക്രഷിങ് സ്ട്രെസ് മാറും ഫോർ എ ഗിവൺ മെറ്റീരിയൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, സിഗ്മ സി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഗിവൺ കോളം ആണെങ്കിൽ അതിൻ്റെ എയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഓൾസോ എ ഈസ് ഓൾസോ കോൺസ്റ്റൻ്റ് എടുത്തു, കോൺസ്റ്റൻ്റ്. കാരണം ഒരു ഗിവൺ ഫോർ എ ഗിവൺ കോളം, ഫോർ എ ഗിവൺ കോളം, ഒരു ഗിവൺ സൈസിലുള്ള കോളത്തിൻ്റെ ഏരിയ മാറ്റുന്നില്ല, നമ്മളൊരു ഗിവൺ സൈസാണ് ഗിവൺ കോളം. ഓക്കെ, അപ്പോൾ പി സി കോൺസ്റ്റൻ്റ് അല്ലേ, സിഗ്മ സി ഇൻറ്റു എ. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സിഗ്മ സിയും എയും കോൺസ്റ്റൻ്റ്, അപ്പോൾ പി സിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ പി ഡിപ്പെൻഡ്സ് അപ്പോൺ പി ഡിപ്പെൻഡ്സ് ഓൺ എന്തായിരിക്കും, സിഗ്മ സി കോൺസ്റ്റൻ്റ് ആയി പി ഡിപ്പെൻഡ്സ് ഓൺ പി ഇ ആണ്. റങ്കേൻസ് ക്രിപ്ലിംഗ് ലോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് തന്നെയാണ്. നോക്കുക, ഇഫ് കോളം ഈസ് ഷോർട്ട്, കോളം ഷോർട്ടാണെങ്കിൽ എൽ ഇ എന്തായിരിക്കും, എൽ ഇ വിൽ ബി സ്മോൾ അല്ലേ, എൽ ബി കുറച്ച് സ്മോൾ ആയിരിക്കും. ഷോർട്ട് കോളം എന്ന് വെച്ചാൽ ഈക്വൽ ലെങ്ത്ത് ചെറുതെന്ന് അർത്ഥം. അങ്ങനെ ഇഫ് എൽ ഇ ഈസ് സ്മോൾ, നമുക്കറിയാം പി ഇ എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. പി ഇ ഗ്രേറ്റർ, കാരണം എൽ ഇ ഡിനോമിനേറ്ററിൽ, അപ്പോൾ എൽ ഇ കുറയുമ്പോൾ പി ഇ കൂടും. പി ഇ ഹൈ എന്ന് വെച്ചാൽ എന്താ, 1/PE ലോ എന്നല്ലേ അർത്ഥം, 1/PE ലോ എന്നല്ലേ അർത്ഥം അല്ലേ. അപ്പോൾ ലോ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്, വെരി സ്മോൾ ആയി. 1/PE ക്യാൻ ബി നെഗ്ലക്റ്റഡ് compared to what 1/PC. 1/PC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1/PE വളരെ സ്മോൾ ആയിരിക്കും. കാരണം എൽ ഇ സ്മോൾ ആയതുകൊണ്ട് 1/PE സ്മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1/P, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1/P = 1/PC + 1/PE അല്ലേ. അപ്പോൾ ഫോർ ഷോർട്ട് കോളം നമുക്ക് 1/PE നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ 1/PE അപ്രോക്സിമേറ്റ്ലി = 1/PC എന്ന് എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് P അപ്രോക്സിമേറ്റ്ലി = PC എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ്ലി = PC. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഫോർ ഷോർട്ട് കോളം ആണെങ്കിൽ നമ്മളുടെ റങ്കേൻ ഫോർമുല പ്രകാരമുള്ള ക്രിപ്ലിംഗ് ലോഡ് ക്രഷിംഗ് ലോഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഷോർട്ട് കോളംസ് ഫെയിൽ ഡ്യൂ ടു വാട്ട്, ഡ്യൂ ടു എന്താണ്, ക്രഷിംഗ് ആണ്, മെയിൻലി ക്രഷിംഗ്. അവിടെ ക്രിപ്ലിങ്ങിൻ്റെ സാധ്യതയില്ല, അത് ക്രഷിംഗ് കാരണമായിരിക്കും. അത് ഫെയിൽ ആവുന്നതിൻ്റെ ക്രഷിംഗ് കാരണം. ഇപ്പോൾ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ലോങ് കോളം എന്ന് വെച്ചാൽ എൽ ഇ ഗ്രേറ്റർ ആയിരിക്കും. എൽ ഇ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ പി ഇ എന്തായിരിക്കും, പി ഇ കുറവായിരിക്കും അല്ലേ. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. പി ഇ = π² EI/LE² ആണ്. അപ്പോൾ എൽ ഇ കുറയുമ്പോൾ പി ഇ കൂടും, അല്ലെങ്കിൽ എൽ ഇ കൂടുമ്പോൾ പി ഇ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1/PE എന്തായിരിക്കും, 1/PE ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ എൽ ഇ ലാർജ് എന്ന് വെച്ചാൽ 1/PE ലാർജാണ്. കമ്പയർഡ് ടു അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതാം, 1/PE വെരി കരുതാൻ 1/PC ആയിരിക്കും. നമ്മൾ 1/PC എന്നുള്ള വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ 1/PE കൂടുതലായിരിക്കും ലോങ് കോളത്തിൻ്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ റങ്കേൻസ് ഫോർമുല = 1/PE + 1/PC അല്ലേ. അപ്പോൾ ഈ ഒരു അസംഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇനീക്വാലിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/PC വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1/P അപ്രോക്സിമേറ്റ്ലി = 1/PE എന്ന് എഴുതാം. P അപ്രോക്സിമേറ്റ്ലി = PE എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ ഫോർ എ ലോങ് കോളം റങ്കൈൻസ് ക്രഷിംഗ് ലോഡ് എന്ന് വെച്ചാൽ ഓയിലേഴ്സ് ക്രഷിംഗ് ലോഡ്, അല്ലെങ്കിൽ റങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് വെച്ചാൽ പിന്നെ എന്താണ്, ഈ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡിന് ഈക്വൽ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് എടുക്കും. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം, ഈ റങ്കൈൻസ് ഫോർമുല ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് തരുന്നുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. ഏത് റേഞ്ചിലുള്ള കോളമായാലും, ഷോർട്ട് കോളമായാലും ലോങ് കോളമായാലും
നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് 1/p = 1/p + 1/pc എന്നുള്ള ഇക്വേഷൻ ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. കാരണം നമ്മൾ ഷോർട്ട് കോളത്തിൻ്റെയും ലോങ് കോളത്തിൻ്റെയും കേസ് സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ പി എന്നുള്ളത് പി സി ക്രഷിംഗ് ലോഡിന് അപ്രോക്സിമേറ്റ്ലി ഈക്വലായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ലോങ് കോളത്തിൻ്റെ കേസിൽ റങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡിന് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് ഫോർമുല 1/p = 1/pe + 1/pc എന്നുള്ളത് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമുക്ക് നോക്കാം. നമ്മളെ ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/p = 1/pe + 1/pc എന്നല്ലേ. ഞാൻ 1/p = pc + pe/pcp എന്ന് മാറ്റി എഴുതി. pcp എന്ന് മാറ്റി എഴുതി. ഓക്കെ, അത് ഞാൻ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ p = pcpe/pc + pe എന്ന് എഴുതിക്കൂടെ. പിന്നെ ഞാൻ pe താഴെ കൊണ്ടുവരുന്നു. pe ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ pc/pe + pe/pe അതെന്തായി 1 ആയി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. Okay, dividing the numerator and denominator by pe, you will get this particular equation. Okay, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. പി സി എന്താണ്? പി സി എന്ന് വെച്ചാൽ സിഗ്മ സി ഇൻറ്റു എ ആണ്. അതേപോലെ 1 + pc എന്ന് വെച്ചാൽ സിഗ്മ സി ഇൻറ്റു എ അഗെയിൻ ബൈ പി ഇ എന്ന് വെച്ചാൽ പി ഇ π²ei/LE² ആണ്. നമുക്ക് i = ak² എന്നിട്ടാലോ. i = ak² എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p = സിഗ്മ സി എ ബൈ 1 + സിഗ്മ സി ഇൻറ്റു എ ഇൻറ്റു ഞാൻ ഈ LE² മുകളിലേക്ക് കൊണ്ടുപോയി. LE² ബൈ π² e ഇൻറ്റു എ ഇൻറ്റു k². k എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിൽ എയും എയും ക്യാൻസലായി. ഓക്കെ, ബാക്കിയിലെന്താ? സിഗ്മ സി എ ബൈ 1 + സിഗ്മ സി ബൈ π² e ഇൻറ്റു LE/k². നമ്മൾ എഴുതാം p = സിഗ്മ സി ഇൻറ്റു എ ബൈ 1 + സിഗ്മ സി ബൈ π² e ഇൻറ്റു LE/k². ഓക്കെ, ഇതാണ് നമ്മുടെ റങ്കൈൻസ് ഫോർമുല. ഇതാണിത്, റങ്കൈൻസ് ഫോർമുലയാണ്. റങ്കൈൻസ് ഫോർമുലയിൽ ഈ ഒരു കോൺസ്റ്റൻറ്റ് സിഗ്മ സി ബൈ π² ഇൻറ്റു ഇ = ഒരു കോൺസ്റ്റൻറ്റ് അല്ല ഒരു റങ്കൈൻസ് കോൺസ്റ്റൻറ്റ്. ഇത് എ റങ്കൈൻസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് റങ്കൈൻസ് കോൺസ്റ്റൻറ്റ്. കാരണം സിഗ്മ സി എന്നുള്ളത് ഒരു മെറ്റീരിയലിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏത് മെറ്റീരിയലായാലും ഒരു മെറ്റീരിയലിന് സിഗ്മ സി അത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയൽ മാറുമ്പോഴേ സിഗ്മ സി മാറും. ഏത് സൈസിലുള്ള സെയിം മെറ്റീരിയലിലുള്ള കോളം എടുത്താലും സിഗ്മ സി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇ കോൺസ്റ്റൻ്റ് ആയിരിക്കും, π² കോൺസ്റ്റൻ്റ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ സി ബൈ π² ഇനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, ആ കോൺസ്റ്റൻ്റ് വിളിക്കുന്ന പേരാണ് റങ്കൈൻസ് കോൺസ്റ്റൻ്റ്. അങ്ങനെയാണ് ഇക്വേഷൻ p = സിഗ്മ സി എ ബൈ 1 + സ്മോൾ എ ഇൻറ്റു LE/k² എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ റങ്കൈൻസ് ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ടേബിളിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എയുടെ വാല്യൂ ആയിരിക്കും തന്നിട്ടുണ്ടാവും. ഓരോ റോട്ട് അയണിന് 1/9000 ആണ് എയുടെ വാല്യൂ. കാസ്റ്റ് അയണിന് 1/1600 ആണ്. അത് അങ്ങനെ വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമുക്കിങ്ങനെ ഒരു 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ,
ഇതിൽ പ്രോബ്ലം നോക്കാം. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡയ ഓഫ് എ hollow cast iron 5 cm and 4 cm respectively if the length of this column is 3 meter and both of its ends are fixed. Determine the crippling load using Rankine's formula. അപ്പോൾ നിങ്ങൾക്ക് സിഗ്മ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സിഗ്മ സി ഫോർ ഏത് മെറ്റീരിയലാണിത്? ഹോളോ കാസ്റ്റ് അയൺ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ given sigma c equal to 550 Newton per mm square, a equal to 1/1600 തന്നിട്ടുണ്ട്. നമുക്ക് ഔട്ടർ ഡയ ഡി 5 cm തന്നിട്ടുണ്ട്. ഇന്നർ ഡയ സ്മോൾ ഡി ഈക്വൽ ടു 4 cm തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണണം. ക്രോസ് സെക്ഷൻ ഏരിയ എങ്ങനെ കാണും? π/4 ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ എന്നല്ലേ, ഈക്വൽ ടു π/4 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ വെച്ചാൽ 2.25 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. അത് 2.25 പൈ ഇൻറ്റു 10⁻²2 mm സ്ക്വയർ എന്ന് കിട്ടും. 225 പൈ എന്ന് കിട്ടും. 225 പൈ mm സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ കിട്ടി. അതാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ഐ വേണം. ഐ അറിയാം, ഹോളോ ആണെങ്കിൽ π/64 ഇൻറ്റു 5⁴ മൈനസ് 4⁴. ഇത് സെൻറ്റിമീറ്റർ/4 വരിക. എൻ്റെ ഫൈനൽ ആൻസർ mm/4 ആക്കുമ്പോൾ അല്ലെങ്കിൽ 5.7656 പൈ സെൻറ്റിമീറ്റർ/4 വരും. അല്ലെങ്കിൽ 57656 പൈ mm/4. കാരണം ഇൻറ്റു 10⁴ ആണ്. കാരണം ഇത് 4th പവർ അല്ലേ, അപ്പോൾ ഇൻറ്റു 10⁴ ആണ്. ഇതാണ് ഐ. ഇത് പൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? കെയും വേണം. റേഡിയസ് ഓഫ് ജനറേഷൻ കെ എന്ന് വെച്ചാൽ 1/√i/a ആണ്. √i/a എന്ന് വെച്ചാൽ 57656 ബൈ ഏരിയ എത്രയായിരുന്നു? 225 പൈ ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25.625 മില്ലിമീറ്റർ റേഡിയസ് ഓഫ് ജനറേഷൻ ഇത്രയും കിട്ടും. നമുക്ക് ഫിക്സഡ് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ബോത്ത് ആൻഡ് ഫിക്സഡ് എന്നാണ്. ബോത്ത് ആൻഡ് ഫിക്സഡ് ആണെങ്കിൽ L ഈക്വൽ ടു L/2 എന്നറിയാമല്ലോ. ഫോർ ബോത്ത് ആൻഡ് ഫിക്സഡ് അല്ലേ? ഫോർ ബോത്ത് ആൻഡ് ഫിക്സഡ് L ഈക്വൽ L/2. ഒരെണ്ണം ഫിക്സഡ് ഒരെണ്ണം ഫ്രീ ആണെങ്കിൽ L/4 ആയിരുന്നു. ഓർമ്മയുണ്ടാകും. പിന്നെ ഒരെണ്ണം ഫിക്സഡും ഒരെണ്ണം ഹിഞ്ചിനും ആണെങ്കിൽ L/√2 ആയിരുന്നു. L/√2. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 end ഫിക്സ്ഡ് 1 end ഹിഞ്ചിലാണെങ്കിൽ L/√2. ബോത്ത് end ഫിക്സ്ഡ് ആണെങ്കിൽ L/2. 1 end ഫിക്സ്ഡും അതർ end ഫ്രീ ആണെങ്കിൽ 2 times അല്ലായിരുന്നു. ഓക്കെ, 2 times. L കിട്ടി. നമുക്ക് എന്താണ് കാണേണ്ടത്? പി അല്ലേ കാണേണ്ടത്? റങ്കൈൻസ് ഫോർമുല പ്രകാരം സിഗ്മ സി ഇൻറ്റു എ ബൈ 1 + a LE/k ഹോൾ സ്ക്വയർ. ഇതിൽ LEയുടെ വാല്യൂ L/2 ആണ്. L എന്തായിരുന്നു? 3 മീറ്റർ ബൈ ലെങ്ത് ആണ്. 3/2 എന്ന് വെച്ചാൽ 1.5 മീറ്റർ അല്ലെങ്കിൽ 1500 mm ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സിഗ്മ സി ഉണ്ട്, എ ഉണ്ട്, സ്മോൾ എ ഉണ്ട്, LE ഉണ്ട്, കെ ഉണ്ട്. ഞങ്ങൾക്ക് പി ഈക്വൽ ടു സിഗ്മ സി 550 ആണ് ഇൻറ്റു എ 225 പൈ ആണ് ബൈ 1 + a എന്ന് വെച്ചാൽ 1/1600 ആണ് ഇൻറ്റു LE എന്ന് വെച്ചാൽ 1500 അല്ലേ, 1500 ബൈ k എന്ന് വെച്ചാൽ 25.625 ഹോൾ സ്ക്വയർ. വാല്യൂ കിട്ടുക പി ഈക്വൽ ടു 123,750 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഇതാണ് റങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഓരോന്നും ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാം. ഓക്കെ.
ഈ പ്രോബ്ലം നോക്കാം. എ ഹോളോ സിലിണ്ടർ കാസ്റ്റ് അയൺ കോളം 4 മീറ്റർ ലോങ്. ഇപ്പോൾ ലെങ്ത്ത് 4 മീറ്റർ തന്നിട്ടുണ്ട്. ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണെങ്കിൽ L=L/2. L=L/2. അപ്പോൾ 2 മീറ്റർ അല്ലെങ്കിൽ 2000 mm നീട്ടി. ഡിറ്റർമിൻ ദ മിനിമം ഡയ ഓഫ് ദ കോളം. സ്മോൾ ഡി അല്ലെങ്കിൽ ഇത് ഹോളോ സിലിണ്ടർ അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഡയ ഓക്കെ, അല്ലെങ്കിൽ ഡിയും സ്മോൾ ഡിയും അറിയില്ല. പക്ഷേ ഓക്കെ, ഡയമീറ്റർ ഇഫ് ഇറ്റ് ഹാസ് ടു ക്യാരി എ സേഫ് ലോഡ് ഓഫ് 250. സേഫ് ലോഡ് എന്ന് വെച്ചാൽ സേഫ് ലോഡ് എന്ന് വെച്ചാൽ 250 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട് വിത്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. നിങ്ങൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി പഠിച്ചിട്ടുണ്ടോ? ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് സേഫ് ലോഡ്. എപ്പോഴും ഫാക്ടർ ഓഫ് സേഫ്റ്റി 5 ആണ്. ഇന്റേണൽ ഡയ ഈസ് 0.8 ടൈംസ് എക്സ്റ്റേണൽ ഡയ. അപ്പോൾ സ്മോൾ ഡി =0.8 ടൈംസ് എക്സ്റ്റേണൽ ഡയ. ടേക്ക് സിഗ്മ സിയുടെ വാല്യൂ ഉണ്ട്. സിഗ്മ സിയുടെ വാല്യൂ 550 Nm/mm² ഉണ്ട്. സ്മോൾ എ 1/1600 ഇതുണ്ട്. അപ്പോൾ എന്താണ് കാണേണ്ടത്? നമ്മൾ കാണേണ്ടത് ഡിയും സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും. ഓക്കെ, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ഈ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ലോഡ്. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുമ്പോൾ ഈ സേഫ് ലോഡ് ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാ മൊഡ്യൂളിലും ചിലപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം. ഈ സേഫ് ലോഡും ഫാക്ടർ ഓഫ് സേഫ്റ്റി നിന്ന് അൾട്ടിമേറ്റ് ലോഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് സേഫ് ലോഡ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ലോഡ് SL × FOS ആണ്. ഇവിടെ സേഫ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 250 ആണ്. 250 കിലോ ന്യൂട്ടൺ ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി 5 ആണെങ്കിൽ 1250 കിലോ ന്യൂട്ടൺ ആണ് ഏത് അൾട്ടിമേറ്റ് ലോഡ്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് എന്ന് വെച്ചാൽ 1250 × 10⁻³ ന്യൂട്ടൺ ആണ് അൾട്ടിമേറ്റ് ക്രിപ്ലിംഗ് ലോഡ്. ഇതാണ് അൾട്ടിമേറ്റ് ക്രിപ്ലിംഗ് ലോഡ്. ഓക്കെ, അപ്പോൾ പി ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 1250,000 ന്യൂട്ടൺ. പി അൾട്ടിമേറ്റ് റങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? എന്താണ്? ഡി. അപ്പോൾ നമുക്കറിയാം P = സിഗ്മ സി A/1 + സ്മോൾ a ഇൻറ്റു എന്തായിരുന്നു LE/K² ആണ്. അപ്പോൾ ഇതിൽ സിഗ്മ സി അറിയാം, എ അറിയാം, LE കിട്ടി. നമുക്ക് ഏരിയ അറിയാമോ? ഇല്ല, ഏരിയ അറിയില്ല. പിന്നെന്ത്? കെ അറിയാമോ? കെ എന്ന് വെച്ചാൽ എന്താ? √I/A ആണ്. പക്ഷേ നമുക്ക് ഏരിയ അറിയില്ല. ഓക്കെ, ഏരിയ എങ്ങനെ എഴുതാം? ഏരിയ എന്ന് വെച്ചാൽ π/4 d² - d² ആണ്. സ്മോൾ d². അപ്പോൾ π/4 d² - 0.8 d² ആണ്. ഓക്കെ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ π/4 d² - 0.8² 0.64 d² വരും. ഇത് π/4 0.36 d² വരും. ക്യാൻസൽ ചെയ്താൽ π × 0.09 d² 4 കിട്ടും. അപ്പോൾ ഏരിയ കിട്ടി. അതേപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എങ്ങനെ കിട്ടും? I എന്ന് വെച്ചാൽ π/4. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആവശ്യമുണ്ടോ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണം. കാരണം √K ആണെങ്കിൽ ഓക്കെ, K ആണെങ്കിൽ I വേണം, A വേണം. I എങ്ങനെ കിട്ടും? π/4 d⁻⁴ - സ്മോൾ d⁻⁴. ഇത് d = 0.8 d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ I it will be around 0.00925
പൈ ഡി റേസ് ടു 4 എന്ന് വരും. പൈ ഡി റേസ് ടു. അപ്പോൾ അങ്ങനെ ഇത് 64 ആണ്. പൈ ബൈ 64 ഈ 64ഉം കട്ടായി പോകും. 64ഉം ഈ 0.8 റേസ് ടു 4 ഒക്കെ കട്ടായിട്ട് സിംപ്ലിഫൈ ചെയ്താൽ ഐ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി കെ എങ്ങനെ കാണും? കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ ആണ്. റൂട്ട് ഓഫ് ഐ ബൈ എ എന്ന് പറയുമ്പോൾ ഐ 0.00925 പൈ ഡി റേസ് ടു 4 വരും. അതേപോലെ എ പൈ ഇൻറ്റു 0.09 ഡി സ്ക്വയർ വരും. ക്യാൻസൽ ഇതിലുള്ള ക്യാൻസൽ ഈ പൈ ക്യാൻസൽ ആവും. ഡി റേസ് ടു 4 ഡി സ്ക്വയർ ഡി സ്ക്വയർ വാക്യം നിങ്ങൾ എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.32 ഡി എന്നുള്ളൊരു സിമ്പിൾ ഇക്വേഷൻ കിട്ടും. കെ അങ്ങനെ കെയും കിട്ടി. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പി ഈക്വൽ ടു സിഗ്മ സി എ ബൈ 1 പ്ലസ് എ എൽ ഇ ബൈ കെ ഹോൾ സ്ക്വയർ. ഇതിൽ സിഗ്മ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഈക്വൽ ടു സിഗ്മ സി എന്താണ്? 550 ആണ്. 550 എ എന്ന് വെച്ചാൽ പൈ ഇൻറ്റു 0.09 ഡി സ്ക്വയർ ആണ്. ഓക്കെ, 1 പ്ലസ് എ എന്ന് വെച്ചാൽ 1/1600 ആണ്. എൽ ഇ എന്ന് വെച്ചാൽ 2000 കിട്ടിക്കഴിഞ്ഞു. കെ എന്ന് വെച്ചാൽ 0.32 ഡി ഹോൾ സ്ക്വയർ. ഇതിൽ പിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. പി എന്താണ്? 1025.0000 40 അല്ലേ. ഇത് സോൾവ് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? ഡിക്കല്ലേ ആൻസർ. ഡി മാത്രമല്ല അണ്ണോൺ. ഇത് നിങ്ങളൊന്ന് ട്രൈ ടു സോൾവ് ദാറ്റ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഡി ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1250000 ബൈ ഇത് ഇങ്ങോട്ട് എടുക്കാം. എൽ എച്ച് എസിലേക്ക് എടുക്കാം. എൽ എച്ച് എസ് എടുത്തു കഴിഞ്ഞാൽ 550 പൈ ഇൻറ്റു 0.09 ഈക്വൽ ടു എന്ത് വരും? ഡി സ്ക്വയർ ബൈ ഒരു 1 പ്ലസ് ഇതും ഈ സ്ക്വയറിലും സിംപ്ലിഫൈ ചെയ്താൽ ഇറ്റ് വിൽ ബി 24414 ബൈ ഡി സ്ക്വയർ വരും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ 8038 വരും. ഇത് ഡി സ്ക്വയർ മുകളിലേക്ക് പോലെ. അപ്പോൾ ടി റേസ് ടു 4 ബൈ ടി സ്ക്വയർ പ്ലസ് 24414 ഇങ്ങനെ ഒരു ഇക്വേഷൻ. വീണ്ടും ഒന്ന് ഒരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ 8038 ടി സ്ക്വയർ പ്ലസ് 8038 ഇൻറ്റു 24414 എന്താ ചെയ്യുന്നത്? ഞാൻ ഇത് എൽ എച്ച് എസിലേക്ക് എടുക്കുന്നു. ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി റേസ് ടു 4 വരും. ഓക്കെ, വീണ്ടും ഒരു ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് ഡി റേസ് ടു 4 മൈനസ് 8038 ഡി സ്ക്വയർ മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത സം 1962 39700 ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ഫോമിലേക്ക് വരും. ഇങ്ങനൊരു ഫോം. ഇനി ഇത് സോൾവ് ചെയ്യാം. ഐ തിങ്ക് ഇത് ക്വാഡ്രാറ്റിക് അല്ല, 4th ഡിഗ്രിയാണ്. 4th ഡിഗ്രി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ഡി സ്ക്വയർ. ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ഡി സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ഡി സ്ക്വയർ ഈക്വൽ ടു ഒരു എം എടുത്താൽ ഈ ഇക്വേഷന് എന്താക്കി എഴുതാം? ഡി റേസ് ടു 4 വെച്ചാൽ എം സ്ക്വയർ മൈനസ് 8038 എം മൈനസ് 93296239700 ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇത് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് എം ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഫോർമുല വെച്ചിട്ട് എമ്മിന് വാല്യൂ കിട്ടും.